സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് മഹാന്മാരായ സ്വഹാബത്തിനോട് പ്രതികരിക്കുന്നു. സ്വഹാബാക്കളെ, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്. ആ കൂട്ടത്തിൽ വെച്ചപ്പെട്ട ഈ സംഭവത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ സഹോദരനാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ജ്യേഷ്ഠന്റെ സഹോദരന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ജ്യേഷ്ഠൻ അവിടെ വെച്ച് ജ്യേഷ്ഠന്റെ ഭാര്യ പറയുകയാണ്, സഹോദരന്റെ ഭാര്യ പറയുകയാണ്, നിങ്ങളെ ഇക്കാക്ക അബൂ ദർദാ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനുമായി ബന്ധമില്ല, അവർ ഞാനുമായി ബന്ധപ്പെടാറില്ല, പകൽ സമയം എന്നും നോമ്പിലാണ്, രാത്രി എപ്പോഴും പള്ളിയിൽ ഇത്തികാഫാണ്. അപ്പോൾ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, മഹാനവറുകൾ പകൽ സമയത്ത് സുന്നത്ത് നോമ്പാണ്, മഹാനായ സൽമാൻ തങ്ങൾ പറയുകയാണ്, ഓ അബൂ ദർദാ തങ്ങളെ, വീട്ടിൽ അതിഥി കടന്നു വന്നിട്ട് ഭക്ഷണം ഒപ്പം കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് മുറിക്കാൻ പറഞ്ഞ സുന്നത്ത് നോമ്പ് മുറിച്ചോളണം, അങ്ങനെയാ മസ്യ. അപ്പോൾ നിങ്ങൾ നോമ്പ് മുറിക്കണം. മനമില്ല മനസ്സോടെ മഹാനവറുകൾ സമ്മതിച്ചു. എന്നാൽ മഹാനായ സൽമാൻ തങ്ങൾ അവിടെ തങ്ങുകയാണ്. അന്ന് രാത്രിയതാ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്റെ വിരിപ്പുമെടുത്തിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പള്ളിയിൽ പോകാൻ പാടില്ല, ഈ രാത്രി നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണേ, ഈ രാത്രി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണേ. മനമില്ല മനസ്സോടെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു സമ്മതം മൂളിയപ്പോൾ നേരം വെളുത്ത് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണാൻ വേണ്ടി ചെന്നിട്ട് സംഭവം വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? സദഖ സൽമാൻ, സദഖ സൽമാൻ. മഹാനായ സൽമാൻ തങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ ശരീരത്തോട് ബാധ്യതയുള്ളത് നിങ്ങൾക്ക് അല്ലാഹുവിനോട് കടപ്പാടുള്ളത് പോലെ, പള്ളിയോട്, രാത്രിയോട്, പകലിനോട്, ജീവിതത്തോട്, അതുപോലെ തന്നെ പല കാര്യങ്ങളോടും കടപ്പാടുള്ളത് പോലെ നിങ്ങളെ ഭാര്യമാരോടുള്ള കടപ്പാട് മറക്കാൻ പാടില്ല. അബൂ ദർദാ തങ്ങളെ, അപ്പോൾ ഹലാലിനെ ഹലാലായി കാണണേ, ഹറാമിനെ ഹറാമായി കാണണേ. ഇന്നിപ്പോൾ ധാരാളം ഹറാമുകൾ, അതൊരു പാപമായി തോന്നാത്ത അവസ്ഥയല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ലാഘവത്തോടുകൂടെ മരണ വീട്ടിലേക്ക്, മരിച്ച വീട്ടിലേക്ക് അന്യ പെണ്ണിനെ ആണുങ്ങളും പെണ്ണുങ്ങളും കാണുന്നത് സർവ്വസാധാരണയായി മാറുന്നു. ഒരുപക്ഷെ അവിടെ പള്ളിയുടെ കമ്മിറ്റിക്കാരും നാട്ടിലെ കാരണവന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. എന്നാലും വേണ്ടില്ല, അന്യ ആണുങ്ങൾ വന്നിട്ട് അന്യ പെണ്ണിനെയും അന്യ പെണ്ണുങ്ങൾ വന്നിട്ട് അയൽവാസികളായാലും അകന്ന കുടുംബത്തിൽപ്പെട്ടവരായാലും പരസ്യമായി ഇസ്ലാമിന്റെ നിയമത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ അതാ ഇസ്ലാമിലെ മസലകൾ ചോദ്യചിഹ്നമായി മാറുകയാണ്. അതെ, അത് വിളിച്ചു പറയാൻ ആളില്ല. എന്നാൽ അറിയോ, നമ്മുടെ വീട്ടിൽ നിന്ന് വിവാഹത്തിന്റെ ദിവസം സ്വന്തം വീട്ടിൽ നിന്ന്
പുതുക്കമിറങ്ങുന്ന പുതിയ പെണ്ണ് കല്യാണത്തിന്റെ പന്തലിൽ എക്സിബിഷന് വെച്ചിരിക്കുന്ന വലിയ ഡമ്മിയെപ്പോലെ അവിടെ ഇരിക്കുകയാണ്. അതേ, ആ പെണ്ണിനെ കാണാൻ അന്യ ആണുങ്ങളുണ്ട്, അതിൽ കാര്യപ്പെട്ട ആളുകളുണ്ട്, അവളുടെ ക്ലാസ്മേറ്റുകളുണ്ട്. പരസ്യമായി അന്യ പെണ്ണിനെ അവിടെ പ്രദർശനത്തിന് വെക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആളുകളില്ല, മസാല വിളിച്ചു പറയാൻ ആളുകളില്ല, കേറി അകച്ചു പോടി എന്ന് പറയാൻ ധൈര്യമില്ല, മോളെ നേരെ അങ്ങ് വണ്ടിയിലേക്ക് പോയി കയറിക്കോ എന്ന് പറയാൻ ആളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാന നാളിൽ ജീവിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ത്യനാളിലെ ജനങ്ങൾ എങ്ങനെയാണ്? ഒഴുക്ക് വെള്ളത്തിലെ ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടിയെ പോലെയാണ്. ഒഴുക്കിനെതിരെ നീന്താൻ കഴിയില്ല. അതേ, കാലത്തിനനുസരിച്ച് കോലം മാറുകയാണ്, അവസരത്തിനൊത്ത് സംസാരിക്കുകയാണ്, ആർച്ചവത്തോട് ആണത്വത്തോട് കാര്യം തുറന്നു പറയാൻ ആളില്ല. അന്ത്യനാളിലെ ഇസ്ലാമിന്റെ ശോഷണം എങ്ങനെയാണ്? ഇവിടെയുള്ള പള്ളികളുടെ മിനാരങ്ങൾ, പള്ളികളുടെ അഭിമാനമായ പള്ളികളുടെ കുർബകൾ മുഴുവൻ അടിച്ചു പൊളിച്ച് തകർക്കപ്പെടുന്നതിലൂടെയല്ല ഇസ്ലാം മരിച്ചു പോകുന്നത്. ഇവിടെയുള്ള കോളേജുകൾ മുഴുവൻ തകർക്കപ്പെടുന്നതിലൂടെയല്ല. അതേ, നമ്മുടെ നാടുകളിൽ മുഴുവൻ കോളേജുകളും മദ്രസകളും പഠനത്തിനുള്ള സംവിധാനങ്ങളും ഉയർന്നുയർന്നു വരികയാണ്. ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്, ആ അറിവിനുള്ള കോളേജുകൾ ഉയരുകയാണ്. അതുപോലെ മദ്രസകൾ 10,000-ങ്ങളാണ്. അവസാന നാളിൽ ഇസ്ലാമിന്റെ ശോഷണം എങ്ങനെയാണ്? സുന്നത്തം ഫസുന്ന, സുന്നത്തം ഫസുന്ന. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരച്ച് കാണിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ നമ്മുടെ ഇസ്ലാമിന്റെ ആചാരങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന്റെ സംസ്കാരങ്ങളുണ്ടല്ലോ, അത് അല്പാൽപമായി മരിക്കലാ. ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി فتتبعوا لا تعدلا. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യലാണ്, അംഗീകരിക്കലാണ്, പിന്തുടരലാണ്, പിൻപറ്റലാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചര്യ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരുപാട് പല്ലുകൊഴിഞ്ഞ വല്യമ്മമാരുടെ ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആർക്ക് കാണാനാണെന്നറിയില്ല, ആരെ സന്തോഷിപ്പിക്കാനെന്നാണെന്നറിയില്ല. എന്നോ കഴിഞ്ഞു പോയൊരു വല്യമ്മയുടെ ഫോട്ടോ എന്തിനാണ് മുസ്ലിമേ നിന്റെ വീടിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? എന്തിനാണ്? ഇത് കടന്നു വരുന്നവനെന്ത് നേട്ടമാണ്? നിന്റെ വീട്ടിനെന്ത് നേട്ടമാണ്? എന്നാൽ നിന്റെ വീട്ടിലുള്ള കോട്ടം എന്താണ്? അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ വരൂല. അത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്. ആ വീട്ടിലിരുന്നിട്ട് നിനക്ക് ഹബീബിനെ കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ അന്ത്യാഭിലാഷമെന്താ? എന്തിനാ മോനെ സ്വലാത്ത് ചൊല്ലുന്നതെന്തിനാ? മൗലിദ് ഓതുന്നതെന്തിനാ? നീ ബുർദക്ക് പോകുന്നതെന്തിനാ? അതുപോലെ മൗലിദ് ഓതുന്നതെന്തിനാണ്? മാല ചൊല്ലുന്നതെന്തിനാണ്? ഹബീബിനെ കാണാനാ. കാരണം നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ, ഹബീബിനെ കണ്ടാൽ പിന്നീട് അവന്റെ ജീവിതം സൂക്ഷ്മതയുള്ള ജീവിതമാവുകയാണ്. മഫാത്തീഹുൽ മഫാത്തീഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, അവന് മരിക്കുന്ന സമയത്ത് ഈമാൻ ലഭിക്കുന്നതാ, അവന്റെ ഖൽബ് പ്രകാശിക്കുന്നതാ, അവന്റെ ഖൽബിൽ നിന്ന് കിബർ പോകുന്നതാ, അവന്റെ ഖബർ വിശാലമാകുന്നതാ, ആഖിറത്തിൽ ശഫാഅത്ത് ലഭിക്കുന്നതാ, സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാർ ലഭിക്കുന്നതാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അപ്പോൾ സകല വിജയത്തിന്റെയും അടിസ്ഥാന കാരണമായി, സകല വിജയത്തിന്റെ വിഹായസുകളെയും കീഴടക്കാനുള്ള നിനക്കുള്ള ഏറ്റവും വലിയ പോംവഴി നിന്റെ ഖൽബിലേക്ക് ഹബീബിനെ കൊണ്ടുവരലാ. നജസുള്ള ശരീരവുമായി ഹബീബിനെ കാണാൻ കഴിയില്ല, നജസുള്ള ബെഡിൽ കിടന്നിട്ട് ഹബീബിനെ കാണാൻ കഴിയില്ല. അതുപോലെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാത്ത വീട്ടില് ഹബീബ് എങ്ങനെ വരാനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തെളിഞ്ഞു വരാൻ, നമ്മുടെ ആത്മീയമായ ജീവിതം പുഷ്ടിപ്പെടാൻ, ഇഹപര വിജയത്തിന് ഏറ്റവും വലിയ പോംവഴിയായി നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഖൽബിൽ ഹബീബിനെ കുടിയിരുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അത് എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങോട്ട് കടന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബിയെ കാണാൻ കഴിയും. ഇപ്പോ നമ്മുടെ ഇഹ്യാ സഖാഫത്ത് സുന്നിയ നമ്മുടെ സ്ഥാപനം ഇൻഷാ അല്ലാഹ് അതിന്റെ 50ാമത്തെ മജ്ലിസ് നവംബർ മാസത്തിലാണ്. 50ാമത് ഖസീദത്തുൽ ബുർദയുടെ മജ്ലിസ്. മഹാനായ ഉസ്താദ് അവറുകളോടും മറ്റു ആലിമീങ്ങളോടൊക്കെ പൊരുത്തം വാങ്ങി അൽഹംദുലില്ലാഹ് അതിന്റെ ഡേറ്റ് തീരുമാനിച്ചു. 50ാമത്തെ മജ്ലിസിൽ 50 ഇന പദ്ധതികൾ അതിന്റെ മുമ്പ് പാസ്സാക്കേണ്ടതുണ്ട്, അതിന്റെ മുമ്പ് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്ന് തീർത്തിട്ട് അപ്പൊ പോരുന്നു. ഇപ്പൊ റിസാലയുടെ ക്യാമ്പയിൻ അൽഹംദുലില്ലാഹ് അവിടെയുള്ള ആളുകളൊക്കെ കണ്ടു പറഞ്ഞ് റിസാലക്ക് 50 വരിക്കാരെ ചേർക്കുകയും ഇന്ന് നമ്മുടെ ഡിവിഷൻ ട്രഷറർ ഷാഫി ബുഖാരിക്ക് ആ കാശ് കൈമാറിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. 50 മുതഅല്ലിമീങ്ങൾക്ക്, 50 വിധവകൾക്ക്, അതുപോലെ 50 യതീമുകൾക്ക് വസ്ത്രം, ഇങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളും, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരു പള്ളി, വേറെ ഒരു സ്ഥാപനം, ഇങ്ങനെയുള്ള പുരോഗമന പ്രവർത്തനങ്ങളും ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അന്നത്തെ മജ്ലിസ് ആകുമ്പോഴേക്ക് അവിടെ വരുന്നവർ 5000 ബുർദ ചൊല്ലിത്തീർന്നു. അതുപോലെ 50 കോടി സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ 50 കോടി സ്വലാത്ത് ഇൻഷാ അല്ലാഹ് അന്ന് ധാരാളം ആലിമീങ്ങളും സദാത്തുക്കളും ഒക്കെ അണിനിരത്തിയിട്ടുള്ള പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. 50 കോടി സ്വലാത്ത് അവിടെ വരുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടെ ചൊല്ലിത്തീർക്കും. അതിന് കാർഡ് കൊടുത്തു. അപ്പൊ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരാള് ഒരു ദിവസം 180 സ്വലാത്ത് ചൊല്ലിയാൽ ആ മജ്ലിസ് ആകുമ്പോഴേക്ക് 50 കോടി സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അൽഹംദുലില്ലാഹ് ഇപ്പോ അതിന്റെ കാർഡ് അടിച്ചത് തീർന്നിട്ടുണ്ട്. ഇനി കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങുകയും അതിൽ രേഖപ്പെടുത്തുകയും സ്വലാത്ത് ചൊല്ലുകയും. അതിന്റെ ഏറ്റവും വലിയ നേട്ടം
10 മാസം ഒരാള്. അപ്പൊ ഈ കാർഡ് കൊടുത്തപ്പോ ഓരോരുത്തര് ദിവസവും 5000 ചൊല്ലുന്നവർ, 3000 ചൊല്ലുന്നവർ, മഹാനായ ഷാദുൽ ഇമാമിന്റെയും മറ്റു മഹാന്മാരുടെയൊക്കെ ചരിത്രം ഓർമ്മ വരികയാണ്. ചൊല്ലി നോക്കുമ്പോഴാണ് അതൊരു വിഷയമല്ല എന്ന് മനസ്സിലാകുന്നത്. തൗഫീഖ് കിട്ടിയ ആളുകൾക്ക് അതൊരു വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും വന്നിട്ട് പറഞ്ഞു, എന്റെ ഉപ്പ ഒരാള് മുജീബ് എന്ന് പറയുന്ന സഹോദരൻ, എന്റെ ഉപ്പ പേരക്കുട്ടിയെ കൊണ്ടത് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 3000 സ്വലാത്ത് അദ്ദേഹം സ്ഥിരമായി ചെല്ലുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മല്ലം യകുൻ ശൈഖുൻ ഫസ്വലാത്തു ശൈഖുഹു, ശൈഖില്ലാത്തവന്റെ ശൈഖ് സ്വലാത്താണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ബുറുദയുടെ അന്ന് ഒരു ഉപ്പ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ സ്വലാത്ത് ഏതായാലും ക്ലിക്കായിട്ടുണ്ട്. അതെന്തേ? എന്റെ പെണ്ണുങ്ങളും എന്റെ പെരക്കാരൊക്കെ അയലോക്കത്തെ പെര പോയിട്ട് ആ ഈബത്തും നമീമത്തും കളവും ഇതിനൊക്കെ ഇപ്പൊ നിർത്തിയാണ്. ഓല് വെറും സ്വലാത്തുമ്മലാണ്. ഇത് ചെല്ലാ രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഇതാണ് ശൈഖില്ലാത്തവന്റെ ശൈഖ് സ്വലാത്താന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ 10 മാസം ഒരാൾ സ്വലാത്ത് ദൈനംദിനം ചൊല്ലിയാൽ ഒരു ദിവസം പോലും വിടില്ല. വിട്ടാൽ അത് പിറ്റേന്ന് അത് ഖളാ വീട്ടിയിട്ട് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമായാൽ പിന്നീട് അവൻ സ്വലാത്തിനെ വിട്ടാലും സ്വലാത്ത് അവനെ വിടില്ല. അപ്പോൾ നിങ്ങളൊക്കെ അതിൽ പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഏറ്റവും വലിയ വഴി സ്വലാത്താണ്. മഹാന്മാര് ധാരാളം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആശിഖീങ്ങൾ ധാരാളം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം വഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-2 മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ എല്ലാ രാത്രിയിലും 12 തവണ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്ർ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ അവന് ഹബീബിനെ കാണാം. ഇന്ന് ദിക്ർ ദുആ സമ്മേളനമൊക്കെയാണ്. അതുകൊണ്ട് ചൊല്ലി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിലനിർത്താൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. 1 മിനിറ്റ് പോലും ഇതിനാവശ്യമില്ല. ഈ സ്വലാത്ത് ഒരാള് പതിവാക്കിയാൽ മഹാന്മാര് അവരുടെ തജ്രിബ പറയുകയാണ്. മഹാന്മാർ അവരുടെ ജീവിതത്തിലെ സംഭവ കഥകൾ ഉദ്ധരിച്ചിട്ട് അവരെടുത്തു പറഞ്ഞ ദിക്റുകളാണ്, സ്വലാത്തുകളാണ്. ഒരാൾ ഒരു ദിവസം 12 തവണ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് എന്നും ചൊല്ലിയാൽ, അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറെ ഒരു വഴി പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് 1-2 വഴി പറയുന്നതെന്നറിയോ? എല്ലാവർക്കും എല്ലാ ദിക്റും എളുപ്പമായി കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ചിലര് സ്വലാത്തിന്റെ ആളുകളാണ്, ചില ആളുകൾ ദിക്റിന്റെ ആളുകളാണ്, ചില ആളുകൾ ദലായിലുൽ ഖൈറാത്തിന്റെ ആളുകളാണ്. ദലായിലുൽ ഖൈറാത്ത് പതിവാക്കിയാൽ അവന് ഹബീബിനെ കാണാം. അതുപോലെ മുഅ്മിനീങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരു വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ ആ വെള്ളിയാഴ്ച രാവിൽ നീ 1000 തവണ സൂറത്തുൽ കൗസർ ഓതുക. സൂറത്തുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുളാണ്, ഹബീബിന്റെ മദ്ഹാണ്, ഹബീബിന്റെ പവറാണ്.
സൂറത്ത് നീ ഒരു തവണ ഓതിയാൽ ഉടനെ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. രണ്ടാമത് സൂറത്തുൽ കൗസർ ഓതുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ അറിയാത്തവരാരാണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ആ സൂറത്തുൽ കൗസർ. ഓരോ സൂറത്തിന്റെയും ഇടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് 1000 പൂർത്തീകരിച്ചാൽ അമോനെ അന്ന് നിന്റെ കൽബിലേക്ക്, നിന്റെ കൽബാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. എല്ലാ മഹാന്മാരും ഹബീബിനെ കണ്ടവരാണ്. അവരുടെ അഭയം മദീനയാണ്. അവരുടെ ഖൽബിൽ ഹബീബാണ്. അറിയില്ലേ മഹാനായ മുഹമ്മദ് ബിൻ സഈദുൽ മുത്രിഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു രാത്രി ഉറങ്ങുമ്പോൾ അതാ ഉറക്കത്തിലേക്ക് കടന്നു വരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് ഖൽബ് കൊണ്ട് കേൾക്കണേ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബിൽ ഈ വഅലിന്റെ മജ്ലിസിൽ നിന്ന് നമ്മൾ എണീറ്റ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഖൽബിൽ ഒരു ആഗ്രഹം വേണം, നമ്മുടെ ഖൽബിൽ ഒരു പ്രണയം വേണം, നമ്മുടെ ഖൽബിൽ ഒരു വല്ലാത്ത അഭിലാഷം വേണം. എനിക്കെന്റെ ഹബീബിനെ കാണാൻ കഴിയണം. പല ബുദ്ധിമുട്ടുള്ള സ്വപ്നങ്ങളും കണ്ടതാ, പല പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും കണ്ടതാ, എനിക്ക് വേണ്ടാത്തവരെയും വേണ്ടുന്നവരെയും പലരെയും കണ്ടതാ. എന്റെ ഹബീബ് എന്റെ ഖൽബിന് അന്യമായി കൂടാ. ഒരു വട്ടം ഹബീബിനെ കണ്ടാൽ എന്റെ ഖബറിൽ രക്ഷയാ, ആഖിറത്തിൽ രക്ഷയാ, സ്വർഗത്തിൽ പ്രവേശനമാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. മഹാനായ മുഹമ്മദ് ബിൻ സഈദുൽ മുത്രിഫ് റളിയല്ലാഹു അൻഹുവിന്റെ അണിയറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ മഹാനവറുകളോട് പറഞ്ഞു, എന്റെ പേരിൽ കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആ തിരുവായ തരുമോ? ആ വായ ഒന്നിങ്ങോട്ട് തന്നേ. മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇസ്ഖാറിയതെ പാടിടുന്നവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹാനായ മുഹമ്മദ് ബിൻ സഈദുൽ മുത്രിഫ് തങ്ങൾ ലജ്ജ കൊണ്ട് മുഖം എങ്ങോട്ട് തിരിച്ചു. മഹാനവറുകളെ വായൊക്കെ ഹബീബ് ചുംബിക്കുന്നതിൽ ലജ്ജ തോന്നി, നാണം തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കുന്നത് മഹാനവറുകളെ കവിളിലാണ്. പെട്ടെന്ന് മഹാനായ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉണരുകയാണ്. റൂമിൽ മുഴുവൻ കസ്തൂരിയുടെ ഗന്ധമാണ്, റൂമിൽ മുഴുവൻ കസ്തൂരിയുടെ ഗന്ധമാണ്. മഹാനായ മുഹമ്മദ് ബിൻ സഈദുൽ മുത്രിഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മരണം വരെ ആ
വാസന നിലനിന്നിട്ടുണ്ടല്ലോ. മഹാനവറുകളെ സഹപാഠികൾ രേഖപ്പെടുത്തുകയാണ്, മഹാനവറുകൾ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ, അവിടത്തെ കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നത് വരെ മഹാനവറുകളെ മുഖത്താ വാസന നിലനിന്നതാ. അതുപോലെ ധാരാളം ചരിത്രങ്ങൾ പ്രമാണമാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് മുഅ്മിനീങ്ങളെ, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരാൾ 12 തവണ ഉറങ്ങുന്നതിന്റെ മുമ്പ് പറഞ്ഞാൽ, അതുപോലെ വെള്ളിയാഴ്ച രാവിലെ 1000 തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുകയും ഓരോന്നിന്റെയും ഇടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുകയും ചെയ്ത് 1000 പൂർത്തീകരിച്ചാൽ ഹബീബിനെ കാണാം. നഅം സറാ طيف من أهوى فأرقني والحب يعترض اللذات بالآلام مولاي صل وسلم على حبيبك خير الخلق كلهم. نعم أدي سرى طيف من أهوى. എന്റെ പ്രേമഭാജനമിതാ എന്റെ ഉറക്കം കെടുത്താൻ ഉറക്കത്തിൽ വന്നിരിക്കുന്നല്ലോ. ഇത് ഖസീദത്തുൽ ബുർദയിലെ വരിയാണ്. നഅം എന്ന് തുടങ്ങുന്ന ബുർദയുടെ പ്രാരംഭത്തിലുള്ള വരി. അത് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നവൻ ഉറങ്ങുന്നത് വരെ ആവർത്തിച്ച് ചൊല്ലിയാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. അതുപോലെ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നതാണ്, അവർ എഴുതി വെച്ചതാണ്, രേഖയിലുള്ളതാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്ർ 12000 തവണ ചൊല്ലിയാൽ അവന് ഹബീബിനെ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ കൂടുതൽ ഫാത്തിഹ ഓതിയാൽ ആയിഷ ബീവി വസീലയാണ്. നിനക്ക് ഹബീബിനെ കാണാം. നമ്മുടെ മഹാന്മാരെല്ലാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഗവേഷണത്തിനുള്ള പവർ അവിടെ നിന്നാണ്. മഹാനവറുകൾക്ക് ഇജ്തിഹാദിനുള്ള അതേ ആ ഒരു പദവി ഇജാസത്ത് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലാണ്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അതേ 10-40 കൊല്ലം പഠിച്ചിട്ടും പ്രഭാഷണം തുടങ്ങിയില്ല. എന്നാൽ മഹാനവറുകൾ പ്രസംഗം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. വേദം വിളങ്ങി പറവാൻ മടിച്ചാര് വേദാമർ അവർ വായിൽ തുഫി കൊടുത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഉമിനീര് പകർന്നതിന്റെ ശേഷമാണ് സഅദുദ്ദീൻ തഫ്താനി റളിയല്ലാഹു അൻഹു ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശമാണ്. നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കാനുള്ള ഏറ്റവും വലിയ വഴി
പോംവഴിയാണ്, എളുപ്പവഴിയാണ്, കുറുക്കു വഴിയാണ്, അഭിലാഷവുമായി മഹാന്മാർ എഴുതി വെച്ചതുണ്ട്. മഹാനവറുകൾ ഇതുകൂടെ പറഞ്ഞ് സബ്ജക്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ കാണുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാജിമാര് സംഗമിക്കാറുള്ളൊരു പള്ളിയുണ്ടവിടെ. ഹാജിമാര് സംഗമിക്കാറുള്ളൊരു പള്ളിയുണ്ടവിടെ. ആ പള്ളിയിൽ മുത്തുനബി ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് അതാ ഒരു നല്ല ഈന്തപ്പനയോല കൊണ്ട് നിർമ്മിതമായൊരു തളികയുണ്ട്. ആ തളികയിൽ കാരക്കയുണ്ട്. ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ അതിൽ കൈയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ മഹാനവറുകൾക്ക് കാരക്ക എടുത്തു കൊടുത്തപ്പോൾ ആ കാരക്ക എടുത്ത് മഹാനവറുകൾ പറയുകയാണ്, എനിക്കിനി ജീവിക്കാനുള്ളത് 18 വർഷമാണ്. കാരണം എനിക്ക് കിട്ടിയ കാരക്കയുള്ളത് 18 എണ്ണമാണ്. ഇത് എന്റെ ആയുസ്സിലേക്ക് സൂചനയാണ്. അതേ, നമ്മൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, സഹോദരിയുടെ ഖൽബിന് നിലനിൽപ്പില്ല, അവള് നരകത്തിലാന്ന് അവൾ ഉറപ്പിച്ചു, ഇനി തൂങ്ങിച്ചാകാൻ പോകും. വെച്ചിട്ട് പോന്നതാണ്. അവള് നരകത്തിലാന്ന് അവർക്ക് 100% ഉറപ്പ് കിട്ടി. അപ്പോ അതെങ്ങനെ? അവൾ ഉറക്കത്തിൽ കണ്ടു അവള് നരകത്തിലാണെന്ന് ആരോ ഒരാള് വന്ന് പറഞ്ഞോ. ഇനി ആ സഹോദരിയോ എങ്ങാനും വന്ന അവളോട് ശരിക്ക് പറയേണ്ട വ്യാഖ്യാനം, ആ സമയത്ത് കണ്ടാല് സ്വർഗം കിട്ടുന്ന അതിന്റെ വായന എന്നിട്ട് പറയേണ്ടി വരും. എന്നാലേ അവളെ ഭ്രാന്ത് മാറും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊരു വലിയ അന്ധവിശ്വാസമാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി പുലരും. എന്നാൽ സ്വപ്നം ശരിയാവാൻ സാധ്യതകളേറെയുള്ള സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതാവായ മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പഴം കൂടുതൽ പഴുക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടാൽ അത് ശരിയാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടില് ചക്കയും മാങ്ങയൊക്കെ പൊയ്ക്കുന്ന സമയം, ഒഴിവിട്ടെങ്കിലും കണ്ടാണ്ടി സ്വപ്നം അല്ലേ? അത് കൂടുതൽ സാധ്യതയുണ്ട്, ശരിയാണ്. അതുപോലെ ഉച്ച ഉറക്കിന്റെ കൈലൂലത്തിന്റെ ഉറക്ക് ളുഹറിന്റെ അല്പം മുമ്പ് നമ്മളൊക്കെ ആ ഉറങ്ങുന്ന ഉറക്കിന്റെ സന്ദർഭത്തിൽ സ്വപ്നം കണ്ടാൽ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ പാതിരാവ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പല കാര്യങ്ങളും ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കണ്ടതുപോലെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയാണ്? നരകം കണ്ടാൽ അതിന്റെ അർത്ഥം പിന്നെ നരകാന്നാണ്, അത് വ്യാഖ്യാനാവൂലല്ലോ. കഅബ സ്വപ്നം കണ്ടാൽ കഅബ എന്നാ വ്യാഖ്യാനിക്കല്. വ്യാഖ്യാനൊന്നും പാമ്പിനെ കണ്ടാൽ നാളെ പാമ്പ് കടിക്കുന്ന വ്യാഖ്യാനിക്കല്. അതിന്റെ വ്യാഖ്യാനം എല്ലാവർക്കും അറിയാലോ. പാമ്പ് കടിക്കുന്നത് കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. പിറ്റേന്ന് രാവിലെ പാമ്പ് കടിക്കും എന്നാരെങ്കിലും വ്യാഖ്യാനിക്കാറുണ്ടോ? സ്വപ്നം ഒന്ന് വേറെയാണ്, വ്യാഖ്യാനം ഒന്ന് വേറെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നമതി ഐനാനി ലം യനമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ അവരൊരു സ്വപ്നം കണ്ടുപോയാൽ ആ സ്വപ്നം പിന്നെ തെറ്റുകയില്ല. ആ
സ്വപ്നം അത് വഹ്യാ വദാക ഹീന ബുലൂഇ മിൻ നുബുവതിഹി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാം വയസ്സിൽ നുബുവത്ത് വാങ്ങുന്നതിന് മുമ്പ് 6 മാസം മുമ്പ് പ്രത്യേകമായ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നം വലിയ പ്രമാണമാണ്. ആ സ്വപ്നം വഹ്യാണ്. റൂയൽ അംബിയാഇ വഹ്യുൻ റൂയൽ അംബിയാഇ ഹഖ്ഖുൻ. അംബിയാക്കന്മാരുടെ സ്വപ്നം വഹ്യാ. അതിനല്ലേ മഹാനായ ഒരു നബിയുടെ സ്വപ്നത്തിന്റെ കഥ ഖുർആനിലില്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് പറയാ, പ്രിയപ്പെട്ട മകനോട് പറയുന്നു, മോനെ, അള്ളാഹു ഉറക്കത്തിൽ വന്ന് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിന്നെ അറുക്കാൻ. യാ അബതി ഫഅൽ മാ തുഅമർ. ഓ ഉപ്പാ, നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അതേ, എന്നെ ക്ഷമാശീലനിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുന്നതാണ്. എന്നിട്ടതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറക്കാൻ നിന്നപ്പോൾ അല്ലാഹ് പറയുകയാണ്, അയ്യാ ഇബ്രാഹിം, ഖസ്സദ്ദഖത الرؤيا. ഓ ഇബ്രാഹിം നബിയെ, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു പോയല്ലോ. സ്വപ്ന എന്ന് പറഞ്ഞ് ചവിട്ടണ്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ ഖുർആനിലുണ്ട്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ സ്വപ്നവും പ്രമാണമാണ്. അതും അല്ലാഹുവിന്റെ വഹ്യാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹിറാ ഗുഹയിൽ ഏകനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ തവണ കാണുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കുള്ള വഹ്യുകളും പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സ്വപ്നം പ്രമാണങ്ങളല്ല, എന്നാൽ അമ്പിയാക്കന്മാരുടെ സ്വപ്നം പ്രമാണമാണ്. മഹാന്മാർക്ക് സ്വപ്നത്തിൽ ഇൽഹാം ലഭിക്കുന്നതാണ്. ഞാൻ അങ്ങോട്ട് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ ഒരാൾ ഹബീബിനെ കണ്ടാൽ അതില് പിന്നെ മാറ്റം വരാനില്ല. അത് നമ്മുടെ നാട്ടിലെ കോറിപ്പണിക്ക് പോകുന്ന മുഹമ്മദാ, അല്ലെങ്കിൽ തെങ്ങിൽ കയറാൻ പോകുന്നവനാ, അതുപോലെ ഓട്ടോറിക്ഷയിൽ ജോലി ചെയ്യുന്നവനാ, ഗൾഫിൽ ജോലി ചെയ്യുന്നവനാണ്, ഏത് തരം ബിസിനസ്സുകാരനാണെങ്കിലും ഹബീബിനെ കണ്ടാൽ ലാ യതമസ്സലു ശൈത്താനു ഫീ സൂറതി. എന്റെ രൂപം പ്രാപിക്കാൻ ശൈത്താന് കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ മഹാനായ ഇബ്നുൽ ഹബീബ് തങ്ങൾ കണ്ട സ്വപ്നത്തെ അല്ലാഹുവിന്റെ ആശിഖീങ്ങളിൽ വലിയവരായ ഇബ്നു ഹബീബ് തങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നത് 18 കാരക്കയാണ്. ജീവിതം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ആയുസ്സുള്ളത് 18 മഹാനവറുകൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 20ാമത്തെ ദിവസം വന്ന് മഹാനവറുകൾ തന്റെ കൃഷിത്തോട്ടത്തിലാണ്. ഇബ്നുൽ ഹബീബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൗത്രനാകുന്ന അലി റളിയല്ലാഹു തആല അൻഹു അതാ നേരത്തെ പറഞ്ഞ പള്ളിയിൽ അതാ അവിടെ ഇരിക്കുന്നുണ്ട്. മഹാനവറുകളിൽ നിന്ന് ബറക്കത്ത് വാങ്ങാൻ പലരും അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വാർത്ത കേട്ട ഇബ്നുൽ ഹബീബ് റളിയല്ലാഹു അൻഹു കൃഷിയിടത്തിൽ നിന്ന് ഇറങ്ങിയോടുകയാണ്. ആ പള്ളി നേരത്തെ സ്വപ്നത്തിൽ കണ്ട പള്ളിയാണ്. ആ പള്ളിയിൽ ചെന്നപ്പോൾ
മഹാനായ ഇബ്നുൽ ഹബീബ് റളിയല്ലാഹു അൻഹു കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിടത്ത് ഹബീബ് ഇരുന്നത് പോലെ ഈന്തപ്പന ഓല കൊണ്ട് മടഞ്ഞിരിക്കുന്ന ഒരു തളികയും വെച്ചിട്ട് അവിടെ വരുന്നവർക്ക് മുഴുവന് കാരക്ക വീതിച്ചു കൊടുക്കുന്നു. ഈ കാഴ്ച കണ്ടവർ വല്ലാത്തൊരു ആത്മീയമായ നിർവൃതിയിൽ ആത്മീയാനുഭൂതിയോടുകൂടെ അതപോടെ മഹാനവറുകൾ അലിയുർ റിളാ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ ഈത്തപ്പഴം വാങ്ങിയപ്പോൾ ബറക്കത്തിന് വേണ്ടി രണ്ടാമതും ചോദിച്ചതാണ്. ബറക്കത്തിന് വേണ്ടി കൈനീട്ടിയപ്പോൾ മഹാനായ ഇബ്നുൽ ഹബീബ് തങ്ങൾ പറയുന്നു, അലിയുർ റിളാ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ തന്നിരുന്നെങ്കിൽ ഞാനും കൂടുതൽ തരുമായിരുന്നല്ലോ. അപ്പോഴാണ് മഹാനവറുകൾ കയ്യിൽ കിട്ടിയ ഈത്തപ്പഴം എണ്ണി നോക്കുന്നത്. അതും 18 എണ്ണമാ. അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരോട് മജ്‌ലിസിൽ ഹാളിറാകോ നോവർ യാ മുഹയ്യ الدين عبد القادر ജീലാനി അങ്ങീനെ തന്നെ ലായികതമ്മാരോ അവരോട് മജ്‌ലിസിൽ ഹാളിറാകുന്നവർ യാ മുഹയ്യദ്ദീൻ യാ മുഹയ്യദ്ദീൻ യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവണ്ണം നമ്മോട് ഖാജാ റസൂലുള്ളാഹ് അവരോട് റൂഹും വീട് വാരുന്നവർ യാ മുഹയ്യദ്ദീൻ യാ മുഹയ്യദ്ദീൻ യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നുൽ ഹബീബ് തങ്ങൾ കണ്ടുപോയി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 70-ലധികം തവണ കണ്ടുപോയി. കഴിഞ്ഞുപോയ ആശിഖീങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. കാരണം എല്ലാ വിജയത്തിന്റെയും നിദാനം അവിടെയാണ്. പടച്ചവനെ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് പതിവാക്കിയിട്ട് ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ട അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് ഖബൂലാക്കുക അല്ലാഹ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വായ തുറക്കുകയാണ്. മഹാനവറുകൾ വായ തുറന്നപ്പോൾ ബറക്കത്തിന് വേണ്ടി തിരുവായയിൽ നിന്ന് ഉമിനീര് പകർന്നു കൊടുത്തപ്പോൾ
മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ചോദിക്കുകയാണ്, ഒന്നും കൂടെ തരുമോ? അപ്പോഴാണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7-ലധികം തവണ തന്നിരുന്നെങ്കിൽ ഞാനും തരുമായിരുന്നല്ലോ. അതൊരു വലിയ ലോകമാണ്. കാണുക എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ത്യനാളിൽ വരുന്ന മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വെളിച്ചം പകരാൻ ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു നബി വരാനില്ല. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞ ഒരു പിടുത്തം വിട്ട ഭ്രാന്തൻ ലോകത്ത് വന്നിരുന്നു. അത് സ്വീകരിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. അതുപോലെ ധാരാളം പ്രവാചകന്മാർ വന്നതിന് ശേഷമാണ്, ഇവിടെ കള്ളപ്രവാചകന്മാർ വന്നതിന് ശേഷമേ ഇവിടെ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തിയല്ലോ. ഹബീബ് പ്രതിപാദിച്ചതാണ്, പ്രസ്താവിച്ചതാണ്. അപ്പോൾ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ലാ നബിയ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം നബിയില്ല. ലൗ കാന നബിയ്യുൻ ബഅദി ലകാന ഉമർ. എനിക്ക് ശേഷമെങ്ങാനും ഇവിടെ നബി വരികയാണെങ്കിൽ 40 പ്രാവശ്യം അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങാൻ മാത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ അള്ളാഹു സത്യം വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആ വലിയ മനുഷ്യനാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാങ്കല്പികമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു പ്രവാചകന് വരാനില്ല. അപ്പോൾ അന്ത്യനാള് വരെയുള്ള ജനങ്ങൾക്ക് ആ ഒരു വെളിച്ചം നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ സ്വപ്ന ദർശനത്തിലൂടെയാണ്. ആ ഒരു വെളിച്ചം കൽബിലെത്താൻ, ആ ഒരു പ്രഭ കൽബിലെത്തിയാൽ അത് വിജയത്തിന്റെ ലക്ഷണമാണ്. മഹാന്മാര് പറഞ്ഞു, ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് കാണാൻ കഴിയും. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അത് നമ്മുടെ കൽബിന്റെ മാറ്റിനനുസരിച്ച് കാണുന്നതിന് മാറ്റമുണ്ടാവും. പ്രവാചകന്റെ രൂപത്തിൽ മാറ്റം കാണില്ല. നമ്മളൊരു കണ്ണാടിയിലേക്ക് ടോർച്ചടിക്കുമ്പോൾ നല്ല തെളിവുള്ള കണ്ണാടിയാണെങ്കിൽ ഇങ്ങോട്ട് പ്രതിഫലിക്കുന്ന ലൈറ്റിന് അതേ തെളിവുണ്ടാകും. എന്നാൽ കണ്ണാടി മങ്ങിയതാണെങ്കിൽ ലൈറ്റ് മങ്ങുന്നത് പോലെ നൂറാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ നമ്മുടെ കണ്ണാടിയിൽ ഖൽബിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കണ്ണാടി മങ്ങിയതാണെങ്കിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ആ കാഴ്ചക്ക് മങ്ങലേൽക്കുന്നതാണ്. അവൻ മനസ്സിലാക്കേണ്ടത് ഇനി അവൻ ഒരുപാട് നന്നാവാനുണ്ടെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരാള് സ്വലാത്ത് ചൊല്ലി കണ്ടിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം ഒന്നുകൂടെ നന്നാവാനുണ്ടെന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മുൻഗാമികൾ ഹറാമിനെ പേടിച്ചു എന്ന് മാത്രമല്ല, ഹറാമിലേക്ക് കാരണമാകുന്ന അതിന്റെ വസീലകളെ തൊട്ടുപോലും അവർ സൂക്ഷിച്ചവരാണ് എന്ന് ചരിത്രം കൊണ്ട് നമ്മൾ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഖൽബ് ഒരുക്കുക. അതിനുള്ള മാർഗമാണ് ഞാൻ അവസാനമായി ഓർമ്മപ്പെടുത്തി തന്നത്. ആ വലിയ വലിയ സ്വപ്നങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ നിറവേറുകയും ജീവിതത്തിലും ആത്മീയ ലോകത്തും വലിയ മാറ്റങ്ങൾ വരികയും ചെയ്യുമെന്നതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളാണ് മഹാന്മാരെ ഉദ്ധരിച്ച് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറച്ച് ദിക്ർ ചൊല്ലി, വളരെ കുറച്ച്
അതുപോലെ കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അള്ളാഹ് ഇത്ര ദിവസം നീണ്ടു നിന്ന ഈ പരിപാടി മൂന്നാമത്തെ ദിവസം ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ വളരെ സന്തോഷമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ബറക്കത്ത് ഈ നാട്ടിൽ എന്നും നിലനിർത്തുമാറാവട്ടെ. സ്നേഹവും സൗഹാർദ്ദവും അതുപോലെ സന്തോഷവും കളിയാടുന്ന നാടായി ഈ നാടിനെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് ബലാകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെയും നാട്ടുകാരെയും നമ്മെയും നാട്ടുകാരെയും അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. കുറച്ച് സാധനം ലേലം വിളിക്കാനുണ്ട്, അതിനൊന്നും കൂടുതൽ സമയം കളയൂല. അതുകൊണ്ട് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ചൊല്ലിയ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹ് നമ്മള് തേനുണ്ട്, ആ തേനും മന്ത്രിച്ച് ഇൻഷാ അള്ളാഹ് ഉടനെ നിങ്ങൾ വിളിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിൽ താനൂര് ഉള്ള ബഷീർ കാക്കയുടെ ബഷീർ കാക്കയുടെ ഭാര്യ മജ്ലിസിൽ വരികയും അവരുടെ മജ്ലിസിൽ അവരുടെ ഗർഭാശയത്തിലുള്ള ട്യൂമർ വളരെ വിഷമിച്ച് അവർ മജ്ലിസിൽ വന്നു. അന്നൊരു പുറത്തുകാല് വിളിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. കരിപ്പൂരുള്ള ഒരു സഹോദരി, ഇതൊക്കെ തെളിവ് സഹിതമായി പറയുന്നത്, ആമവാദം കൊല്ലങ്ങളായി ആമവാദം പിടിച്ച് വളരെ വിഷമത്തോടെ വന്നു. ഈ ബൈത്തിയല്ലി മന്ത്രിച്ച് കൊണ്ടുപോയി. അൽഹംദുലില്ലാ, പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കുമ്പോൾ ആമവാദം കാണാനില്ല. ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ. അത് ചെല്ലണോന്റെ പവറല്ല, മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബൈത്ത് നല്ല നീയത്തില് നല്ല യഖീനില് ചെല്ലണം, നല്ല സിദ്ഖില് ചെല്ലണം. അള്ളാഹിനോട് ദുആർക്കുമ്പോ അങ്ങനെ തന്നെ ദുആർക്കണം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇപ്പൊ വളരെ സമയമില്ല. സത്യസന്ധത എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിലപ്പം ദ്വാരക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ സഅലല്ലാഹു തആല അശ്ശഹാദ ബിസ്സുദ്ഖിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോട് ആരെങ്കിലും സിദ്ഖിലായിട്ട് രക്തസാക്ഷിത്വം ചോദിച്ചാൽ. ഇന്നിപ്പോ ചെറുപ്പക്കാരെ ഇസ്ലാമിന് വേണ്ടി നാടിന് വേണ്ടി രക്തസാക്ഷി ആകണം, സ്വഹാബികളൊക്കെ രക്തസാക്ഷി ആകലാന്ന് പറഞ്ഞിട്ട് പിരികേറ്റി വിടുന്ന കാലാണ്. രക്തസാക്ഷി ആകാൻ അവസരമില്ലെങ്കിൽ പിന്നെ രക്തസാക്ഷി ആവണോ? ഞാൻ അത്ര വലിയ പൂതി ഉണ്ടോ? അതിനുള്ള വയ്യായി പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിനോട് ആരെങ്കിലും സത്യസന്ധമായി ഷഹാദത്ത് ചോദിച്ചാൽ രക്തസാക്ഷി ആകണം, എനിക്ക് ഷഹീദായി മരിക്കണം എന്ന് സിദ്ഖിൽ അങ്ങ് ചോദിച്ചു. എന്നാൽ ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു അവന് രക്തസാക്ഷികളുടെ പവർ നൽകും, അവരുടെ സ്ഥാനത്ത് അവൻ അള്ളാഹു എത്തിക്കും. വഇൻ മാത അലാ ഫിറാശിഹി, മണിയറയിൽ കിടന്ന് മരിച്ചാലും ശരി, അവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, പാതിരാവിന്റെ പഴുതിൽ പോയിട്ട് അന്യമതസ്ഥനെയോ തന്റെ പാർട്ടിക്കാരനല്ലാത്തവനെയോ പോയി കഴുത്തറക്കേണ്ടതില്ല. അവന്റെ കുത്തുകൊണ്ടിട്ട് ഞാനും മരിക്കേണ്ടതില്ല. അതേ, എനിക്കൊരു രക്തസാക്ഷിയാകണമെന്ന അതേ അങ്ങനെ ഒരു അവസരമുണ്ടായാൽ ഞാനതിന് സന്നദ്ധനാണെന്ന മനോഭാവത്തോടുകൂടെ അള്ളാഹുവിനോട് ആ ഷഹാദത്തിന് ചോദിച്ചാൽ, അവന്റെ വിരിപ്പിൽ കിടന്ന് ഏകനായി മരിച്ചാലും ശരി, അവന് ശുഹദാക്കളെ പദവിയില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡിമാൻഡ് പറഞ്ഞു. ചോദിച്ചാ പോരാ, സിദ്ഖ് വേണം, സത്യസന്ധത വേണം. ആ ചോദിക്കുന്നതിൽ നമ്മൾ ചിലപ്പോ ചോദിക്കുമ്പോ സിദ്ഖുള്ളോ ഇല്ലാത്തോ ഞാൻ പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ മദീനത്ത് പോയി, അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെന്നിട്ട് നമ്മളിങ്ങനെ ദ്വാരക്കാണ്, അമീർ ദ്വാരക്കാണ്, പഠിച്ചവനെ മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട്. അപ്പൊ ഉമ്മാരൊക്കെ കരഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് എന്തോ ഒരു കരച്ചു, ആമീൻ.
അതുപോലെ തന്നെ വീട് പണി ശരിയാവാന്, ശമ്പളം കൂടാന്, ഇതിനൊക്കെ ആമീൻ. അവസാനം അയാള് ആർക്കും പഠിച്ചാനായി ജന്നത്തുൽ ബഖീല് മരിക്കാൻ തൗഫീക്ക് തരണം അല്ലാഹ്. അതിന് ആമീൻ പറയാൻ ഒരു പടപ്പിനെയും കിട്ടൂല. അനുഭവമായി പറയുന്നത്. പേടിയാണ് പഠിച്ചോനെ, എവിടെ എങ്ങാനും മരിച്ചു പോയാന്നുള്ള പേടിയാണ്. അപ്പൊ അതൊരു സിദ്ഖുമില്ല, ഒരു യക്കീനുമില്ല. അത് അമീറിന് വേണ്ടി ആമീൻ എന്നതുപോലെ വഅദ് നടക്കുമ്പോ അവസാനം നമ്മളെ നാട്ടിലെ ചടങ്ങ് തുടങ്ങുമ്പോ ഒരു ദുആ, ലാസ്റ്റ് ഒരു ദുആ. തിരൂര് ഭാഗത്തൊക്കെ ചെന്നാൽ ഇടയിലൊരു കാപ്പി, നമ്മളെ നാട്ടിലില്ല. ഇതിങ്ങനെ ഓരോ ചടങ്ങും ഓരോ നാട്ടിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഏർപ്പാടാന്ന് മനസ്സിലാക്കരുത്. എപ്പോ ദുആർക്കാണെങ്കിലും നമ്മൾ ഏറ്റവും ദുആക്ക് അലസന്മാരാകുന്നത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിലാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആയില്, കാരണം അത് കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന ദുആണ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാതിരാവിലുള്ള ദുആ. അത് ഏതായാലും ഞാൻ നിങ്ങളൊന്നും ദുആർക്കൂല. പിന്നുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുതുബന്റെ ഇടയില് ഖതീബ് ഇരിക്കുന്ന സമയത്തുള്ള ദുആ. ചിലവർക്ക് എന്താ അവിടെ ചെല്ലണ്ടേന്ന് അറിയില്ല. മറ്റുള്ളവരൊക്കെ ചെല്ലണ മാതിരി നിക്കാഹിന്റെ ഇടയിലുണ്ടല്ലോ, അങ്ങനെ മൊല്ലാക്ക കുത്തുപോതി കഴിഞ്ഞാല് പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മൊല്ലാക്ക കുത്തുപോതി കഴിഞ്ഞാൽ പിന്നെ ഈ ഖതീബ് നീച്ചെന്നിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കും. അതിന്റെ മുമ്പ് എന്താണ് സൂസു ഈ പറയണ എന്താർക്കും ഒരു പിടുത്തല്ല. അവസാനത്തെ 10 വന്നാല് അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ ഫൂഫു, എന്താ ഈ പറയണ ഒരു പിടുത്തല്ല എന്നതുപോലെ ഇതുപോലെ ധാരാളം അവസ്ഥ. നിസ്കാരത്തിന് ശേഷം കൂടുതൽ ദുആക്ക് ഇജാബത്ത്. 2 ഖുതുബന്റെ ഇടയിൽ ദുആർക്കാൻ ഉണ്ട്, സ്വലാത്ത് ഇല്ല ദുആർക്ക. അപ്പോൾ എന്നതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം, ഈ ദുആ ചെയ്യുന്ന സമയത്ത് എപ്പോ ദുആർക്കാണ്? നിസ്കാരത്തിന് ശേഷം ഏറ്റവും ദുആക്ക് ഇജാബത്തുള്ള സമയം. അതിന് ഏറ്റവും വലിയ തെളിവ് ഒന്ന്, പുത്തൻവാദികൾ അതിനെ എതിർത്തു എന്നുള്ളതാണ്. ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മുബ്തദി എങ്ങാൻ ഒരു സുന്നത്തിനെ എതിർത്താൽ ആ സുന്നത്ത് ചെയ്യൽ കൂടുതൽ സുന്നത്താണ് എന്ന് മഹാനവറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓലയിനെ എതിർത്ത്, അങ്ങനത്താണ് ഓല എതിർക്കുക. ഇനിയിപ്പോ സുബ്ഹാനല്ലാഹ് എന്നതുപോലെ തന്നെ ആ ദുആ ചെയ്യുന്ന സമയത്ത് എപ്പോ നമ്മൾ ദുആർക്കാണെങ്കിലും അതിൽ നല്ല യഖീന് വേണം, നല്ല സിദ്ഖ് വേണം. അത് എല്ലാ വിഷയത്തിലും വേണം. ശൈഖ് ജിലാനി തങ്ങളെ വിജയത്തിന്റെ അടിസ്ഥാനം സിദ്ഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിജയത്തിന്റെ അടിസ്ഥാനം സിദ്ഖാണ്. അൽ അമീൻ എന്ന അപരനാമമാണ്. ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോഴും മറുപടി പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ആയത് അതിന്റെ കാരണം സിദ്ഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ലേലം വിളിക്കുമ്പോ അത് അങ്ങനൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് കരുതിയാണ്ട് വിളിച്ചുകൊണ്ടായി ഉണ്ടാക്കാൻ നല്ല നിയ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു, എല്ലാവരും ഒന്നുകൂടി ഇങ്ങോട്ട് അടുത്ത്, യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു, കസാര എടുത്തോളൂ. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ലത്തീഫു യാ അല്ലാഹ് 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 യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ്
يا ودود يا الله 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 يا مجيب 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 يا الله 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 الله